നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഗുഡ് ബോയ് എന്ന K-ഡ്രാമയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പത്തെ എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിനു മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്തേക്കുക. ഹൈപ്പ് നല്ല ഉപകാരപ്രദമായിരിക്കും. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ ഹീറോ ഗോൾഡൻ മണിയും അവരുടെ ഗ്യാങ്ങിനെ എല്ലാം അടിച്ചു തോപ്പിച്ചിട്ട് അവിടെ നിൽക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് പോലീസുമായിട്ട്, അതായത് നമ്മുടെ ക്യാപ്റ്റൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഡിവിഷനിലുള്ള ആൾക്കാരെ അടിച്ചു തോപ്പിച്ചിട്ട് അവരെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വരികയാണ്. ക്യാപ്റ്റനും ഓപ്പോസിറ്റ് അടിയുണ്ടാക്കിയ ആ ക്യാപ്റ്റനുമായിട്ട് സുഹൃത്തുക്കളാണ്. എന്നാൽ ഈ അടി ഉണ്ടാക്കിയതിന്റെ പേരിൽ ചെറിയ നടുവേദന ഉണ്ട് രണ്ടുപേർക്കും. രണ്ടുപേരും മുടന്തിയാണ് നടന്നു വരുന്നത്. ഏറ്റവും കൂടുതൽ നമ്മുടെ ക്യാപ്റ്റനാണ് മുടന്തുള്ളത്. ക്യാപ്റ്റൻ എന്റെ പയ്യൻ എവിടെ, അവൻ എന്തേലും പറ്റിക്കാണോന്ന് വിചാരിച്ച് വിളിച്ചു കൂവി ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോൾ അവൻ എല്ലാരെയും അടിച്ചിട്ടിട്ട് അവിടെ നിൽപ്പുണ്ട്. ഇത് കാണുന്ന ക്യാപ്റ്റൻ അവന്റെ പേരും വിളിച്ച് അവന്റെ ഫ്രണ്ടിലോട്ട് ചെല്ലും. അവൻ ഒന്നും നോക്കത്തില്ല, മൂക്കിനിട്ട് ഒറ്റ കുത്താണ്. ഇത്രയും നേരം വന്നില്ലല്ലോ, എല്ലാം കഴിഞ്ഞപ്പോൾ വന്നേക്കുന്നു, എന്താ ശവം കൊണ്ടുപോകാൻ വന്നയാണോ എന്നുള്ള രീതിയിൽ ഒറ്റ കുത്താണ് മൂക്കിന് നോക്കിയിട്ട്. ഇത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ പോലീസ് സ്റ്റേഷനിലോട്ട് പോകാനായിട്ട് അവിടുത്തെ കാറിലിരിക്കുമ്പോൾ ഒരു കുഞ്ഞു പയ്യനുണ്ടല്ലോ, അവൻ വന്ന് ഹീറോനോട് നിങ്ങൾ അടിപൊളിയാണ്, നിങ്ങൾ എങ്ങനെയാണ് ഇത്ര ആൾക്കാരെ അടിച്ചിട്ടത്, നിങ്ങൾ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞ് അവനെ പ്രോത്സാഹിപ്പിക്കും. ഹീറോയും മാസമായിട്ട് അവന്റെ മുമ്പിൽ പെരുമാറി വണ്ടിയുടെ ഗ്ലാസ് പിടിച്ചിടും. ഈ നേരം റോഡിൽ നമ്മുടെ ഇൻസ്പെക്ഷൻ ഓഫീസർ തിരിച്ചു വന്നിട്ടുണ്ട്. അവിടെ ന്യൂസുകാരും പോലീസുകാരും എല്ലാരും കൂടിയിട്ടുണ്ട്. അവർക്കാർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു മനുഷ്യൻ ഒരു ഓടയുടെ അടപ്പെടുത്ത് എറിഞ്ഞ് കാറ് മറിച്ചെന്നുള്ള കാര്യം. ഈ കാറിനകത്തുള്ള ഡ്രൈവറിനെ അവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. എന്തായാലും അവന് പണി കിട്ടും. അവൻ സ്കൂൾ കുട്ടികളുള്ള ഏരിയയിൽ നല്ല സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത്, അതിനും പണി കിട്ടും. പിന്നെ മറ്റേ വണ്ടി കൊണ്ടുവച്ച് ഇടിച്ചതിനും പണി കിട്ടും. എല്ലാം കൂടെ ഇരന്ന് വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നടക്കുമ്പോൾ തന്നെ ഇൻസ്പെക്ഷൻ ഓഫീസർ ടെൻഷനായിട്ട് അവിടുത്തെ പോലീസുകാരോട് കാറ് ചോദിച്ചു വാങ്ങി ആ കാറും എടുത്ത് നേരെ വരുന്നത് ഹീറോയിന്റെ വീട്ടിലാണ്. ഹീറോയിൻ ഫോൺ വിളിച്ചപ്പോഴല്ലേ മറ്റന്മാര് കയറി ആക്രമിച്ചത്, അതവൻ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ടെൻഷനിൽ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഹീറോയിൻ ഒന്നും പറ്റിയിട്ടില്ല. എന്നാൽ അവിടെ ഒരുത്തനെ ഷൂട്ട് ചെയ്തിട്ടേക്കാണ്. അവൻ മരിച്ചോന്ന് ചെന്ന് നോക്കുമ്പോഴാണ് ഹീറോയിൻ പറയുന്നത്, നീ പേടിക്കേണ്ട, അത് വെറും റബ്ബർ ബുള്ളറ്റ് ആണ്, അവൻ മരിക്കത്തില്ല എന്ന്. എന്നാ പിന്നെ റബ്ബർ ബുള്ളറ്റ് ആണെങ്കിൽ ആദ്യമേ ആ ഫയൽ അടിച്ചുകൊണ്ട് പോണേന്ന് മുമ്പ് അവനെ ഷൂട്ട് ചെയ്തിട്ടൂടായിരുന്നു. എന്തിനാണ് വെയിറ്റ് ചെയ്തെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഹീറോ ഷവറിന്റെ മൂട്ടിൽ നിന്ന് കുളിക്കുകയാണ്. എന്താ കുളിസി കാണണോ? കാണിക്കത്തില്ല. കുളിച്ച് ദേഹത്തുള്ള പെയിന്റ് ഒക്കെ ഇളക്കി കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോൾ അവിടെ മൊത്തം പത്രക്കാരുണ്ട്. എല്ലാരും അവനെ വളയാണ്. അടിപൊളിയാണ് സാർ, നിങ്ങളെപ്പോലൊരു ബോക്സിംഗ് ചാമ്പ്യൻ ആണ്, അടിപൊളിയാണ് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് അവനെ അങ്ങ് പുകഴ്ത്തുകയാണ്. ഇത് കാണുമ്പോൾ അവനും ഒരു എനർജി. ന്യൂസുകാരുടെ മുമ്പിൽ ഓരോ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. അതായത് പഞ്ചും ഹൂക്കും ബോക്സിംഗിലെ ഓരോ പോസില്ലേ അതെല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം അവർ ഫോട്ടോയും എടുക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഇൻസ്പെക്ഷൻ ഓഫീസർ അവിടെ നിൽക്കുമ്പോൾ ക്യാപ്റ്റൻ അങ്ങോട്ട് വരും. എന്നിട്ട് ക്യാപ്റ്റൻ ഇൻസ്പെക്ഷൻ ഓഫീസറിനോട്, നീ നിന്റെ കഴിവ് ഒരിക്കലും വേസ്റ്റ് ചെയ്യാൻ പാടില്ല, ഇൻസ്പെക്ഷൻ ഓഫീസറായിട്ട് ഇരിക്കാതെ കളത്തിലോട്ടിറങ്ങി കളിക്കാൻ നോക്ക്, നീ നല്ല കഴിവുള്ള പയ്യനാണ്, കള്ളന്മാരൊക്കെ എളുപ്പത്തിൽ പിടിക്കാൻ പറ്റുമെന്ന് പറയും. എന്നാൽ പുള്ളിക്കാരൻ അതിനോടൊന്നും താല്പര്യമില്ല, ഇൻസ്പെക്ഷൻ ഓഫീസറായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടമെന്ന് പറയും. ഈ നേരം നമ്മുടെ ഹീറോയും ഹീറോയിനും വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങുകയാണ്. ഹീറോയിനാണ് വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങുന്നത്. ഹീറോയിനെ കൊണ്ടാക്കാനായിട്ട് ഹീറോയിൻ പിറകെ ചെല്ലുന്നതാണ്. ഹീറോയിന്റെ പിറകെ ഇൻസ്പെക്ഷൻ ഓഫീസർ പോവാന്ന് വിചാരിച്ചതായിരുന്നു. എന്നാൽ ഹീറോയിന്റെ പിറകെ ഹീറോ പോകുന്നത് കണ്ടതുകൊണ്ട് തന്നെ അവന്റെ പിറകെ പോകുന്നില്ല, അതായത് അവരുടെ പിറകെ പോകുന്നില്ല. നമ്മുടെ പയ്യന് പെൺകുട്ടിയുടെ ഒരു ക്രഷ് ഉണ്ട്, അതായത് ഹീറോയിനോട്. അതുകൊണ്ടാണ് അവളുടെ പിറകെ അങ്ങനെ നടക്കുന്നത്. കോളേജ് തൊട്ടേ ഉള്ള ഒരു ക്രഷാണ്. എന്നാലും അവൾക്കറിയാം, പക്ഷെ അവള് പരിഗണിക്കുന്നില്ല. ഇല്ലെങ്കിൽ അവൻ പറഞ്ഞില്ല, നേരായ രീതിയിൽ പറഞ്ഞിട്ടില്ല ഇതുവരെ. എന്തായാലും അവളുടെ പിറകെ അവളെ വീട്ടിൽ കൊണ്ടാക്കാനായിട്ട് അവനും പോകുന്നുണ്ട്. അവൻ പിറകെ നടക്കുന്നത് കണ്ടിട്ട് അവള്, നീ എത്ര കാലം എന്റെ പിറകെ നടക്കും, ഞാൻ നിന്നെ കുഴിച്ചു മൂടണേ മുമ്പ് നീ ഈ പ്രണയം കുഴിച്ചു മൂടിക്കുക എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുകയാണ്. ഈ വഴക്ക് കേട്ടിട്ട് സൈഡിലെ കടയിൽ നിന്ന് ഒരു മുത്തശ്ശി രണ്ട് പോലീസുകാരും പുറത്തോട്ടിറങ്ങി വരും. പോലീസുകാരെന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റികളാണ് ആ കടയില്. അവരങ്ങനത്തെ യൂണിഫോമാണ് ഇട്ടേക്കുന്നത്. അവർ വന്നിട്ട്, ആരാളാ നീ ആ പെൺകുട്ടീനെ ശല്യപ്പെടുത്തുന്നതെന്ന് ചോദിച്ച് അവനൊരു കത്തി കാണിച്ച് പേടിപ്പിച്ച് അവിടെ നിന്ന് പറഞ്ഞു വിടും. പേടിച്ച് പോണേന് മുമ്പ് ഹീറോയിനോട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. നല്ല സ്നേഹമുള്ള പയ്യൻ. അവൻ പോകുന്ന വഴിക്ക് മുറുമുറുക്കുന്നുണ്ട്, അവൾ എന്നെ കുഴിച്ചു മൂടുവന്നോ, എന്റെ പ്രണയത്തിനെ കുഴിച്ചു മൂടുവന്നോ എന്നൊക്കെ പറഞ്ഞ് മുറുമുറുത്തിട്ടാണ് അതുവഴി പോകുന്നത്. ഈ നേരം നമ്മുടെ ഹീറോയിൻ അവിടെ നിൽക്കുമ്പോൾ മുത്തശ്ശി അവളുടെ നേർക്ക് തിരിയും, കത്തി കാണിച്ചിട്ട്. കത്തി കണ്ട് പേടിച്ചിട്ട്, എനിക്ക് നിങ്ങളുടെ സഹായമൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്ത സഹായത്തിന് നന്ദിയും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിപ്പോവും. നമ്മുടെ ഹീറോ നേരെ ചെല്ലുന്നത് അവന്റെ കൂട്ടുകാരന്റെ അടുത്താണ്. കൂട്ടുകാരൻ അവിടെ പോയിട്ട് തിരിച്ചു കയറി വരുമായിരുന്നു. അവനെ ചെന്ന്, ഞാൻ നിന്നെ വീട്ടിലോട്ട് എടുത്തോണ്ട് പോകാന്ന് പറയുമ്പോൾ അവൻ കേൾക്കുന്നില്ല. എനിക്ക് നടന്നു പോകാനുള്ള ആരോഗ്യമുണ്ട്, ഞാൻ നടന്നു പോയിക്കോളാന്ന് പറഞ്ഞ് സാധാ സുഹൃത്തുക്കളെ പോലെ സംസാരിച്ച് അവർ വീട്ടിലോട്ട് പോവുകയാണ്. കൂട്ടുകാരൻ എന്തോ അസുഖമുണ്ട്. അവന്റെ മെഡിക്കൽ ബില്ലൊക്കെ ഹീറോ നോക്കാറുണ്ട്. എന്താണെന്ന് നമുക്കറിയില്ല, മുൻപോട്ട് പോകുമ്പോൾ മനസ്സിലാകാം. വീട്ടിൽ പോയിരുന്ന് കൂട്ടുകാരന്റെ അമ്മ, കൂട്ടുകാരൻ, ഹീറോ അവരെല്ലാരും കൂടെ ഫുഡ് കഴിക്കുമ്പോൾ കൂട്ടുകാരന്റെ കൈ വിറയ്ക്കുന്നുണ്ട്. അതായത് അവൻ എന്തോ രോഗമുണ്ട്. അത് കാരണം അവന് നേരെ പോയി ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. ഇത് കാണുന്ന ഹീറോ അവനൊരു മെഷീൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു മസാജർ പോലുള്ള ഒരു മെഷീൻ. അത് ഞാൻ എടുത്ത് നിനക്ക് റെഡിയാക്കി തരാമെന്നും പറഞ്ഞ് അവന്റെ കഴുത്തിൽ കൊണ്ടുവയ്ക്കുമ്പോൾ അവൻ ഒറ്റത്തട്ടാണ്, ആ സാധനം തറയിൽ പോയി വീഴും. ഇത് കാണുന്ന അമ്മയ്ക്ക് ദേഷ്യം വരും. ഒരാൾ സഹായം ചെയ്യുമ്പോൾ ഇങ്ങനെയാണോടാ പെരുമാറുന്നതെന്നും പറഞ്ഞ് അവന്റെ തലക്കിട്ട് ഒറ്റ അടി അടിക്കും. ഹീറോ ഒന്നും മിണ്ടില്ല, അത് നോക്കി നിൽക്കത്തേ ഉള്ളൂ. എന്നാ പിന്നെ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നിനക്ക് മസാജ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് അവരെല്ലാരും കൂടെ ഒരുമിച്ച് ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് അവരെല്ലാരും കൂടെ ഒരുമിച്ച് പോയിരുന്ന് തണ്ണിമത്തനും കഴിച്ച് ഓരോ കാര്യങ്ങൾ
എന്നും പറഞ്ഞ് അവിടെ ഇരിക്കും. കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും ഉറങ്ങിയ ശേഷം ഹീറോ എണീറ്റ് കൂട്ടുകാരന്റെ അമ്മയുടെ അടുത്ത് വന്ന് ഒരു പാസ്ബുക്ക് കൊണ്ടുവയ്ക്കും. പൈസ എടുക്കാൻ പറ്റുന്ന ഒരു കാർഡും പാസ്ബുക്കും. അത് കഴിഞ്ഞ് കൂട്ടുകാരന്റെ അടുത്ത് വന്ന് കിടക്കുമ്പോൾ കൂട്ടുകാരൻ ഉറങ്ങിയിട്ടില്ല. അത് മനസ്സിലാക്കി ഹീറോ അവനിട്ട് 2 ചവിട്ട് ചവിട്ടി എന്താണ് മിണ്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ നീ ഇതൊന്നും അറിയണ്ട, നീ നല്ല പിള്ള കളിക്കണ്ട, എനിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യേണ്ടെന്നൊക്കെ പറയും. കാരണം അവന് കുറ്റബോധമുണ്ട്, എന്നാൽ ദേഷ്യമായിട്ടാണ് പ്രകടിപ്പിക്കുന്നത്. ഹീറോ ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോഴേ അങ്ങനെ അവര് കളിച്ചും ചിരിച്ചും അവിടെ വർത്തമാനം പറയുമ്പോഴത്തേക്കും കൂട്ടുകാരന്റെ ഫോണിലോട്ട് ഒരു കോള് വരുന്നുണ്ട്. ഹീറോ ആരാന്ന് ചോദിച്ചിട്ട് അവൻ പറയുന്നില്ല. നീ ഇതറിയണ്ട, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഫോണും എടുത്തിട്ട് അവിടെ നിന്ന് പോകും. ഹീറോന്റെ അടുത്ത് അറിയണ്ടെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഹീറോ വെയിറ്റ് ചെയ്ത് കിടന്നിട്ടും 4 മണിയായിട്ടും അവൻ വന്നിട്ടില്ല. പകല് 4 മണി, രാത്രി പോയതാണ്, ഇതുവരെ വന്നിട്ടില്ല. ഹീറോയ്ക്ക് ഉറക്കം കിട്ടിയിട്ടുമില്ല. ഈ നേരം നമ്മുടെ ക്യാപ്റ്റൻ ഉണ്ടല്ലോ, കമ്മീഷണറിന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ കിടത്തി മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. എന്തിനായിരിക്കും? എന്തിനാന്ന് വെച്ചാൽ ഈ അത്ലറ്റ്സിനെ എല്ലാം വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാൻ പോവാണ്, ഒരു ഡിവിഷൻ, പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കാൻ പോവാണ്. അത്ലറ്റ്സ് ആയിട്ടുള്ള കഴിവുള്ള ആൾക്കാരെ വെച്ചിട്ട് അതിനകത്ത് ക്യാപ്റ്റനൂടെ കയറാൻ വേണ്ടിയിട്ട്, ക്യാപ്റ്റനും അത്ലറ്റ് ആണല്ലോ, അതിനകത്തോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് കമ്മീഷണറിന് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. അത് കണക്ക് തന്നെ നടന്നിട്ടുണ്ട്. കമ്മീഷണർ അവിടെ വന്ന് പ്രസംഗിക്കുകയാണ് മീഡിയയുടെ മുമ്പിൽ. ഇങ്ങനെ പുതിയൊരു ടീമിനെ ഉണ്ടാക്കുന്നുണ്ട്, ഇനി കള്ളന്മാരൊന്നും ഈ സിറ്റിയിൽ വാഴത്തില്ല, എല്ലാത്തിനെയും ആടിച്ചൊതുക്കി ഇവിടെ ഇടുമെന്നാണ് പറയുന്നത്. ആരൊക്കെ ആ ടീമിലുണ്ടെന്ന് അറിയാമോ? നമ്മുടെ ഹീറോ, ഹീറോയിൻ, ക്യാപ്റ്റൻ, പിന്നെ നമ്മുടെ കൂട്ടുകാരൻ പോലീസ് ഓഫീസർ. അതുപോലെ തന്നെ മറ്റേ പയ്യനില്ല, ഇൻസ്പെക്ഷൻ ഓഫീസർ ഇല്ല. കാരണം ഇൻസ്പെക്ഷൻ ഓഫീസറിന് ഇതിനകത്ത് താല്പര്യമില്ല, വേറെ ഏതോ ഒരു കേസിൽ താല്പര്യമുണ്ട്, അത് നോക്കി പോവാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ആ ഗോൾഡൻ മണിയുടെ കേസിന്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഹീറോയ്ക്ക് സന്തോഷമാവുന്നുണ്ടാവും വരത്തില്ല എന്ന് അറിഞ്ഞപ്പോഴേ. ഇനി ഹീറോയിന് ഒറ്റയ്ക്ക് കിട്ടിയില്ലേ, അവളുടെ എക്സ് കൂടെ ഇല്ലല്ലോ, ഇനി എളുപ്പമായെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അവന്റെ ക്യാബിനൊക്കെ പൊളിച്ചു മാറ്റാൻ നിൽക്കുമ്പോൾ ക്യാപ്റ്റൻ പറയും അതിന്റെ ആവശ്യമൊന്നുമില്ല, ക്യാബിനൊക്കെ അവിടെ വെക്കടാന്ന് പറഞ്ഞ് വഴക്ക് പറയും. ഇത് കഴിഞ്ഞ് ക്യാപ്റ്റൻ ഓരോരുത്തർക്കും ഓരോ പണി കൊടുക്കാണ്. ഹീറോയും ക്യാപ്റ്റനും കൂടെ പോയി ഗോൾഡൻ മണ്ണിനെ ചോദ്യം ചെയ്യാൻ തീരുമാനം എടുക്കും. അതുപോലെ ഹീറോയിനോട് നീ പോയി വണ്ടി തട്ടിയില്ലേ ഒരാളെ, അയാളെ പോയി നോക്കാൻ പറയും. അതായത് ആ പയ്യന്റെ അച്ഛനില്ലേ കസ്റ്റംസിൽ വർക്ക് ചെയ്യുന്ന, അയാളുടെ കേസ് നോക്കാനാണ് പറയുന്നത്. ഹീറോയിൻ നേരത്തെ ജോലി ചെയ്തിരുന്ന ഡിപ്പാർട്ട്മെന്റിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ലേഡി ഓഫീസറിനൊക്കെ ബഹുമാനമായി. ഡിറ്റക്റ്റീവ് ആയല്ലോ, യൂണിഫോം ഇല്ലാതെ അവളെ കാണാൻ നല്ല ഭംഗിയാന്നും പറഞ്ഞിട്ട് ആ ഫയൽ എടുത്തു കൊടുക്കും. അതായത് കസ്റ്റംസ് ഓഫീസറിന്റെ കുറെ സാധനങ്ങളുണ്ട്, അത് വീട്ടിൽ തിരിച്ചു കൊണ്ട് കൊടുക്കലാണ് ഹീറോയിന്റെ ജോലി, ഇപ്പൊ കിട്ടിയിരിക്കുന്ന ജോലി. ഈ നേരം നമ്മുടെ ഹീറോയും ക്യാപ്റ്റനും കൂടെ ഗോൾഡൻ മണ്ണിയെ കാണാൻ വന്നിട്ടുണ്ട്. ഗോൾഡൻ മണ്ണിയോട് ചോദ്യം ചോദിക്കുമ്പോൾ ഗോൾഡൻ മണ്ണി ഒന്നും പറയുന്നില്ല, കൊഞ്ഞണം കുത്തി കാണിക്കുകയാണ്. നമ്മൾക്ക് ദേഷ്യം വന്ന് ഇനി 2 പല്ലൂടെ ഇടിച്ചളക്കിയാലോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ വേറെ കുറച്ച് ടീംസ് വന്ന് ഇവരോട് ഹായും പറഞ്ഞ് ഗോൾഡൻ മണ്ണീനെ പിടിച്ചോണ്ട് പോകും. അതായത് ഗോൾഡൻ മണ്ണിയുടെ കേസ് മാറ്റി ഇവരിൽ നിന്ന്. ഹീറോയും ക്യാപ്റ്റനും ഓഫീസിൽ തിരിച്ചു വന്ന് നോക്കുമ്പോൾ അവരുടെ ശത്രുക്കളായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആ കേസ് ഏറ്റെടുക്കുകയാണ്. അത് കമ്മീഷണറിന്റെ തീരുമാനമാണ്. അവിടെയുള്ള എല്ലാ ഫയലും നുള്ളി പറക്കുന്നുണ്ട്, ഗോൾഡൻ ബണ്ണിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫയലും. ഇവരാണ് ഗോൾഡൻ ബണ്ണിനെ പിടിച്ചത്. എന്നിട്ട് ഇപ്പൊ കേസ് അന്വേഷിക്കാൻ അവർക്ക് കൊടുക്കുന്നില്ല. ഇതിന്റെ പിന്നിൽ വേറെ കുറെ ആൾക്കാരുണ്ട്, അവരെയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അതൊക്കെ വേറെ ആൾക്കാർ നോക്കിക്കോളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് നമ്മുടെ ടീംസിനെ എല്ലാം കൂടെ ഒരു മീഡിയയും വിളിച്ചു വരുത്തി അവിടെ പ്രാക്ടീസ്, ഇവരുടെ കഴിവുകൾ പുറത്ത് കാണിക്കാൻ കൊണ്ട് നിർത്തിയൊക്കെയാണ്. ഇവർ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ടീംസ് അല്ല, ഇവർ വേറെ എന്തോ ആക്കിയിട്ടുണ്ട്. കള്ളന്മാരെ ഓടിച്ചിട്ട് പിടിക്കാനായിരിക്കും, മറ്റേ ഇൻവെസ്റ്റിഗേഷൻ ഇല്ല അവർക്ക്. ക്യാപ്റ്റൻ നമ്മുടെ ഹീറോയിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് വലിയൊരു തോക്ക് കിട്ടും കള്ളന്മാരെ ഓടിച്ചിട്ട് പിടിക്കാന്ന്. ആ കാര്യം ഹീറോയിൻ ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരൻ പോലീസ് ഓഫീസറിനോട് നിനക്ക് ഇനി പഠിക്കേണ്ടി വരത്തില്ല, നിനക്ക് അടിപൊളി ജോലിയാണ് കിട്ടാൻ പോകുന്നത്, നീ സൂപ്പർവൈസർ ആവും, ഒരുപാട് ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് അവനെ കൊണ്ടുവന്നിട്ടുള്ളത്. ഹീറോയിനെ കൊണ്ടുവന്നിട്ടുള്ളത് ഹീറോയിൻ അതിനകത്തുണ്ട്, അതുകൊണ്ട് നീയും വരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മയക്കിയിട്ടാണ് അവനെ കൊണ്ടുവന്നിട്ടുള്ളത്. ഓരോരുത്തരെ ഓരോ കാര്യം പറഞ്ഞ് പറ്റിച്ചിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവർ ജസ്റ്റ് കളിപ്പാവകളാക്കുന്നതാണ്, മീഡിയക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്, PR വർക്കാണ്. ഇവരുടെ പോലീസ് ടീം ഇത്രയും പവർഫുൾ ആണ്, ഇതിനകത്ത് കുറെ അത്ലറ്റ്സ് ഉണ്ട്, കള്ളന്മാരൊന്നും ഇനി വാഴത്തില്ല എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ കോപ്രായങ്ങൾ കാണിക്കുകയാണ്. കമ്മീഷണർ ഒരു തോക്ക് എടുത്ത് ഹീറോയിനോട് കമ്മീഷണർ ചെയ്യുന്ന കണക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. കമ്മീഷണർ അവിടെയൊക്കെ പോയി ഉരുണ്ട് കളിച്ച് അവിടെ കുറെ പ്രതിമയൊക്കെ പറക്കി വെച്ചിട്ടുണ്ട്, അതിനകത്തൊക്കെ 2 ഇടി ഇടിക്കും. ഇത് കണക്ക് തന്നെ ഹീറോയിനോട് ചെയ്യാൻ പറയും. ഹീറോയിൻ ഒന്നും ചിന്തിക്കത്തില്ല, തോക്കെടുക്കും, കുറെ ഷൂട്ടാണ്, എല്ലാത്തിനെയും അടിച്ച് തറയിടും. പക്ഷേ കമ്മീഷണർ വെടിവെക്കാൻ പറഞ്ഞിട്ടില്ല. എന്തായാലും മീഡിയ കണ്ടു നിൽക്കുന്നതുകൊണ്ട് വഴക്കൊന്നും പറയുന്നില്ല. വീണ്ടും കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ പറയാണ് ആ പാവയുടെ അടുത്ത് നിന്നിട്ട്. ഹീറോയിൻ മനഃപൂർവ്വം തന്നെ കമ്മീഷണറിനിട്ട് ഷൂട്ട് ചെയ്യുന്ന നെഞ്ചത്ത്. ഈ വെസ്റ്റ് ധരിച്ചേക്കുന്നത് കൊണ്ട് തന്നെ പുള്ളിക്കാരനൊന്നും പറ്റത്തില്ല, തെറിച്ച് വീണ് ബോധം കിട്ടുപോകും. ഇത് കാണുന്ന ക്യാപ്റ്റന് സന്തോഷമായിട്ട് ആംബുലൻസിനെ വിളി എന്ന് പറഞ്ഞ് അവിടെ ഓടി നടക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഹീറോയിനോടുള്ള ക്രഷ് കൂടി വരികയാണ്. പിന്നീട് കമ്മീഷണറിനെ പൊക്കിക്കൊണ്ട് വേറൊരു റൂമിൽ വരാണ്. കമ്മീഷണറിന് എണീറ്റ് നടക്കാൻ പറ്റുന്നില്ല, നെഞ്ച് നല്ല വേദനയുണ്ട്, റിബ് പൊട്ടിയിട്ടുണ്ടോന്ന് വരെ ഡൗട്ടുണ്ട്. ബുള്ളറ്റല്ലേ വന്ന് കൊണ്ടത്. അതായത് ആ വെസ്റ്റ് നല്ലതല്ല, നല്ലൊരു വെസ്റ്റ് ധരിച്ചാൽ ഇങ്ങനെ ഒരിക്കലും വരത്തില്ല. അതിൽ കൂടെ തന്നെ അവർക്ക് മനസ്സിലായി ഇത് പന്ന വെസ്റ്റാണ്, ഇതിലൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്ന് കമ്മീഷണർ ഇൻസ്പെക്ഷൻ ഓഫീസറിനോട് പറയും. അങ്ങനെ നിൽക്കവേ ഇൻസ്പെക്ഷൻ ഓഫീസർ കമ്മീഷണറിനോട് ഇപ്പൊ നിങ്ങൾ ഹീറോയിനെ പറഞ്ഞു വിടുവാണെങ്കിൽ ഇത് മീഡിയ എല്ലാം വേറെ രീതിയിൽ എടുക്കും, ഇത് നമുക്കൊരു അവസരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ പോലീസ് ടീമിനെ ഇനിയും ഫേമസ് ആക്കാൻ പറ്റും. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ മീഡിയയോട് പറയണം നിങ്ങളാണ് ഹീറോയിനോട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്, നിങ്ങളുടെ
പ്ലാനിന്റെ ഭാഗമായിട്ടാണ് ഹീറോയിൻ നിങ്ങളെ വെടിവെച്ചത് എന്ന് മീഡിയയോട് പറയണമെന്ന്. അതനുസരിച്ച് കമ്മീഷണർ മീഡിയയോട് എല്ലാം കാര്യങ്ങൾ പറയാണ്. നമ്മുടെ പ്ലാൻ പ്രകാരമാണ് ഇതെല്ലാം നടന്നത്, ആ വെസ്റ്റ് കൊള്ളാമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് മീഡിയയോട് എല്ലാവരോടും ക്യാമറ വഴി അവരോട് പറയും. അങ്ങനെ ഇതെല്ലാം ന്യൂസിൽ വരുന്നുണ്ട്. ഈ നേരം നമ്മുടെ ഹീറോയിൻ ഒരു ഗ്രൗണ്ടിൽ വന്ന് അവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് കളിക്കുകയല്ല, പ്രാക്ടീസ് ചെയ്യാണ്. അവൾക്കൊരു പേടിയുണ്ട്, എന്തായാലും ജോലി പോവോ എന്നുള്ള ഒരു പേടി. കാരണം വെറും ആരെയും വെടിവെച്ചതല്ല, കമ്മീഷണറിനെയാണ് വെടിവെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നമാവുമെന്ന് അവൾക്ക് പേടിയുണ്ട്. അങ്ങനെ അവസാനമായിട്ട് വെടിവെച്ച് പ്രാക്ടീസ് ചെയ്യുകയാണ്. അതേ നേരം തന്നെ നമ്മുടെ ഹീറോ ഒരു സ്ഥലത്ത് എവളെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അതായത് എവള് ഡെയിലി വീട്ടിലോട്ട് നടന്നു പോകില്ലേ, അവിടെ ഒരു ഡ്രിങ്കും കുടിച്ച് നിൽക്കുമ്പോൾ മുത്തശ്ശി അവനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവൻ പോലീസ് ഓഫീസറാന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവനെ വിരട്ടാൻ വേറെ വഴിയില്ല, ഇവൻ പോലീസ് ഓഫീസർ അല്ലേ. ഹീറോയിനാണ് അന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഹീറോനെ ഓടിച്ചു വിട്ടതിന് ശേഷം. അതുകൊണ്ട് തന്നെ ഇപ്പൊ പോലീസ് ഓഫീസറാന്ന് മനസ്സിലാക്കി മിരട്ടാൻ വേറെ വഴിയൊന്നുമില്ല. ഹീറോ നോക്കുമ്പോൾ അവിടുത്തെ പോസ്റ്റിലെ ലൈറ്റ് എല്ലാം കംപ്ലൈന്റ് ആണ്, ഒന്നും നേരെ ചൊവ്വേ കത്തുന്നില്ല. ഈ വഴിയാണ് ഹീറോയിൻ ഇരുട്ടത് നടന്നു പോകുന്നത്. അതെല്ലാം റെഡിയാകണ്ടേ, സ്വന്തം കാമുകിയല്ല എന്നാലും ക്രഷിന് വേണ്ടിയാണ്. വീണ്ടും നമ്മുടെ ഹീറോയിനെ കാണിക്കുകയാണെങ്കിൽ ഇൻസ്പെക്ഷൻ ഓഫീസർ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇൻസ്പെക്ഷൻ ഓഫീസർ വന്ന് പറയും, നീ പേടിക്കേണ്ട, നിന്റെ ജോലി നഷ്ടപ്പെട്ടു പോകത്തില്ല, പക്ഷെ നിനക്ക് ചെറിയൊരു പണിഷ്മെന്റ് കിട്ടും, അത് ഏറ്റുവാങ്ങണം. പക്ഷെ മീഡിയയിലൊന്നും ഇത് പുറത്തറിയത്തില്ല. എന്നാൽ ഹീറോയിന് ആത്മാഭിമാനമാണ് വലുത്, ഞാൻ ചെയ്തത് കറക്റ്റാണ്, അതുകൊണ്ട് എനിക്കിത് ആവശ്യമില്ല എന്ന് പറയും. മിക്കവാറും ഹീറോയിൻ ജോലി രാജിവെക്കാനായിരിക്കും പോകുന്നത്, അറിയില്ല, നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. പിന്നീട് രാത്രിയാകുമ്പോൾ ഹീറോയിൻ അതുവഴി നടന്നു പോകുമ്പോൾ പിറകെ തന്നെ ഹീറോയുണ്ട്. ഹീറോ അവളോട് വിളിച്ച് പറയുന്നുണ്ട്, നീ രാജിവെക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും ഞാൻ രാജിവെച്ച എന്താ, നിനക്ക് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ച് അവനോട് ദേഷ്യപ്പെടും. നീ ഇനി എന്റെ പിറകെ നടക്കല്ലെന്നൊക്കെ പറയും. പുള്ളിക്കാരൻ വിഷമിച്ച് അവിടെ നിന്ന് പോവുകയാണ്. ഇത് പറഞ്ഞതോടെ പിറകെ തന്നെ അവിടുത്തെ ലേഡിയുണ്ട്, കടയിലെ ലേഡി ഉണ്ടല്ലോ, ഈ തെരുവ് നായ വീണ്ടും വന്നു എന്ന് പറഞ്ഞ് അവനെ ഓടിക്കാൻ വരുമ്പോൾ വേറൊരു തെരുവ് നായ പുറത്തോട്ടിറങ്ങി വരുന്നുണ്ട്. അങ്ങനെ ഹീറോയിനും ലേഡിയും കൂടെ ആ തെരുവ് നായെ പോയി നോക്കും. നമ്മുടെ ഹീറോ അവിടെ നിന്ന് പോകുന്നതാണ്. പോകുന്ന വഴിക്ക് തന്നെ മുറുമുറുത്തോണ്ടാണ് പോകുന്നത്. ഇത്രയും സൗന്ദര്യമുള്ള പെൺകുട്ടിക്ക് എന്തിനാണ് ഇത്ര ജാടയെന്നും പറഞ്ഞ്. പിന്നെ ആ ലേഡിയും ഹീറോയിനും ഒരു പട്ടിക്കുട്ടീനെ നോക്കിയില്ലേ, അത് ആരോ കൊണ്ടു കളഞ്ഞ പട്ടിക്കുട്ടിയാണ്. അങ്ങനെ അവരതിനെ തൊട്ടും പിടിച്ചൊക്കെ നോക്കുകയാണ്. നല്ല പട്ടിക്കുട്ടിയാണ്, ഇതിനെല്ലാം നിന്നും കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളൊരു കാര്യം കാണിക്കുന്നുണ്ട്. നേരത്തെ ഗോൾഡൻ മണിയും പിടിച്ചുകൊണ്ട് ഒരു ടീം പോയില്ലായിരുന്നു, അതായത് നമ്മുടെ ക്യാപ്റ്റന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ടീമാണ്. ഇവര് തമ്മിലാണ് മത്സരം. എവരെയും പിടിച്ചോണ്ട് വന്ന്, അതായത് ഗോൾഡൻ മണിയും പിടിച്ചോണ്ട് വന്ന് ഒരു പാർക്കിംഗ് ലോട്ടിൽ വരും. അവന്റെ വണ്ടി കണ്ടുപിടിക്കും. അതിൽ നിന്ന് കുറെ മയക്കുമരുന്നും ഫയലും എല്ലാം കിട്ടും അവർക്ക്. ഇതുകൊണ്ട് തന്നെ കുറെ മീഡിയ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇവരെല്ലാരെയും വളയാണ്, ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതിന്റെ തിരക്കിൽ നിൽക്കുമ്പോൾ ക്യാപ്റ്റൻ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇതെല്ലാം നോക്കി എങ്ങനെ നടക്കുമ്പോൾ ഓപ്പോസിറ്റ് ഡിവിഷനിലുള്ള ആൾക്കാർ, അതായത് എവര് ഇൻവെസ്റ്റിഗേഷൻ ഡിവിഷനാണ്, മറ്റൊരു ഇൻവെസ്റ്റിഗേഷൻ ഡിവിഷൻ ആയിരിക്കണം, എനിക്കറിയില്ല. എന്തായാലും 2 ഡിവിഷൻ ഉണ്ട്. ഓപ്പോസിറ്റ് ഓഫീസിൽ നിന്ന് കോള് വരികയാണ്. ആരും അറിയാതെ ചെന്ന് അത് എടുക്കും. ആ ഫോൺ കോൾ എടുത്ത് സംസാരിക്കുമ്പോൾ ആരോ വിളിച്ച് എന്തോ കംപ്ലൈന്റ് പറയാണ്, പ്രധാനപ്പെട്ട എന്തോ കംപ്ലൈന്റ് ആണ്. ഇത് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ, ഇനി നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കാൻ പാടില്ല, ഞങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ എത്താം, ഈ ഫോണിലോട്ട് വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും. പെട്ടെന്ന് തന്നെ ഹീറോയും വിളിച്ച് പിന്നെ കൂട്ടുകാരൻ പോലീസ് ഓഫീസറിനെയും വിളിച്ച് എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോ ചോദിക്കും, നമ്മൾ ഇത്ര പേര് വെച്ച് എങ്ങനെയാണ് അത്രയും ആൾക്കാരെ പിടിക്കുന്നത്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വേറെ ആൾക്കാരെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറയും. ചെന്ന് നോക്കുമ്പോൾ വേറെ ആരുമല്ല, നമ്മുടെ ഇൻസ്പെക്ഷൻ ഓഫീസറാണ്. ഇൻസ്പെക്ഷൻ ഓഫീസറിനെയാണ് സഹായത്തിന് വിളിച്ചേക്കുന്നത്. ഈ ഇൻസ്പെക്ഷൻ ഓഫീസർ വേറെ ബ്രാഞ്ചാണ്. ഇപ്പൊ 3-4 ഡിവിഷൻ ഉണ്ടെന്ന് തോന്നുന്നു മൊത്തത്തിൽ. ഈ നേരം നമ്മുടെ ഹീറോയിൻ മരിച്ചുപോയ കസ്റ്റംസ് ഓഫീസറിന്റെ സാധനങ്ങൾ കൊടുക്കാനായിട്ട് അവരുടെ വീട്ടിൽ വരും. എന്നാൽ വീട്ടിൽ ആരുമില്ല. അതുവഴി ഒരു ലേഡി നടന്നു പോകുമ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും, ഫ്യൂണറലിനുള്ള പെട്ടി വാങ്ങാനായിട്ട് മുത്തശ്ശി മോനും പോയിക്കുക, അവർ വരാനായിട്ട് കുറച്ച് സമയം എടുക്കുമെന്ന്. അങ്ങനെ ഹീറോയിൻ ആ സാധനങ്ങൾ പിടിച്ച് അവിടെ കാത്തു നിൽക്കുകയാണ്. ഈ നേരം നമ്മുടെ ഇൻസ്പെക്ഷൻ ഓഫീസറും ഹീറോയും എല്ലാവരും കൂടെ ഒരു കെട്ടിടത്തിന്റെ അവിടെ വന്നിട്ടുണ്ട്. അനധികൃതമായിട്ട് ഇവിടെ വന്ന ആൾക്കാരാണ്, ചൈനയിൽ നിന്ന് കണ്ട വന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ചൈനയിലോട്ട് പോകാൻ നിൽക്കുന്ന ആൾക്കാരാണ്. എന്തുവന്നൊന്നും എൻ്റെ അടുത്ത് ചോദിക്കില്ല, ഇതൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ അറിയത്തില്ല. നമ്മൾ കഥ അറിഞ്ഞാൽ മാത്രം മതി, കഥയിൽ ചോദ്യമില്ല. അല്ലെങ്കിൽ പണ്ടേ എനിക്ക് സിവിക്സ് ഇഷ്ടമല്ല, എന്നിട്ട് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ വല്ല ബയോളജി ആയിരിക്കണം, സയൻസ് പ്രകാരമാണെങ്കിൽ ഞാൻ എന്തെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തന്നേനെ. ഇത് ഞാൻ എന്തോന്ന് വെച്ച് പറയാനാ, എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും മനസ്സിലാവുന്നില്ല. കുറെ ഡിവിഷനും കുറെ ഓഫീസേഴ്സും എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒറ്റ ബ്രാഞ്ചേ ഉള്ളൂ, അതാണ് നല്ലത്. പക്ഷെ അത് നല്ലതാണെന്ന് പറയാൻ പറ്റത്തില്ല, പറഞ്ഞു തരാൻ നല്ലതാണെങ്കിലും പ്രാക്ടിക്കലായിട്ട് നോക്കുവാണെങ്കിൽ അത് നല്ല ഒരു കാര്യമല്ല. ഇൻസ്പെക്ഷൻ ഓഫീസർ ഓരോരുത്തരോടും ഓരോ വഴിയിലോട്ട് പോകാൻ പറയാണ് കള്ളന്മാരെ പിടിക്കാനായിട്ട്. ഈ ബിൽഡിങ്ങിൽ തന്നെ ആ ഫയല് കട്ടെടുത്ത കള്ളനും ഉണ്ട്, അവനെ കൂടെ പിടിക്കാനാണ് വന്നിരിക്കുന്നത്. അവൻ ഇവിടെ ഉണ്ടെന്ന് ആരോ വിളിച്ച് പറഞ്ഞതാണ് ക്യാപ്റ്റനോട്. അങ്ങനെ ക്യാപ്റ്റനാണ് ഇൻസ്പെക്ഷൻ ഓഫീസറിനെ കൂടെ വിളിച്ച് പറഞ്ഞത് സഹായിക്കാനായിട്ട്. മറ്റേ ഡിവിഷനെ വിളിച്ചു വരുത്തുവാണെങ്കിൽ ക്രെഡിറ്റ് എല്ലാം മറ്റേ ഡിവിഷന് പോകും, ഇവരുടെ ഡിവിഷൻ വളരത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്തത്. ഇപ്പൊ ക്യാപ്റ്റനും ഹീറോയും ഒരു വഴിക്ക് പോകുമ്പോൾ ക്യാപ്റ്റന് സ്വഭാവത്തിലെല്ലാം എന്തോ വ്യത്യാസം, എന്തോ കിണിച്ചോണ്ട് ഓടുന്നു, അലറിക്കൊണ്ട് ഓടുന്നു. ഹീറോ നോക്കുമ്പോൾ ക്യാപ്റ്റൻ ബോധം കിട്ടി തറയിൽ വീഴാണ്. ഇത് കാണുന്ന ഹീറോ മോന്ത് നോക്കി കുറെ അടിക്കും, പല തവണയായിട്ട് അടിക്കും, എന്നാൽ ബോധം വരുന്നില്ല. എണീറ്റ് അലറിക്കൊണ്ട് ഓടുന്നു ഓടുകയാണ്. ഈ അലർച്ച കേൾക്കുന്നുണ്ട്, അതായത് ഒളിച്ചിരിക്കുന്ന ആൾക്കാർ ഈ അലർച്ച കേൾക്കുന്നുണ്ട്. ആ ഫയല് കട്ടെടുത്തവനും കൂടെ ഉണ്ട്. ക്യാപ്റ്റന്റെ അലർച്ച കേട്ട് പേടിച്ചിരുന്ന ആൾക്കാരെല്ലാരും അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്.
ഓടുകയാണ്. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കുറെ ആൾക്കാരുണ്ട്. ഇവരെല്ലാം ബിൽഡിങ്ങിൽ പിടിച്ചിടാൻ നോക്കുന്നതിലും നടക്കുന്നില്ല. ഇവർ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അതിൽ മെയിൻ ആയിട്ട് ഫയൽ മോഷ്ടിച്ച കള്ളൻ ബിൽഡിംഗ് ചാടി അപ്പുറത്ത് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. ഇത് കാണുന്ന ക്യാപ്റ്റൻ കിണിച്ചുകൊണ്ട് അപ്പുറത്തോട്ട് ചാടാൻ നോക്കുമ്പോൾ നടക്കുന്നില്ല. അപ്പുറത്തൊന്ന് തൂങ്ങി കിടക്കാണ്. അതായത് മറ്റേ കള്ളന്മാരൊരു പാലം ഉപയോഗിച്ചിട്ടാണ് അപ്പുറം പോയത്. എന്നാൽ ക്യാപ്റ്റൻ ചാടി അപ്പുറം കിടക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല, തൂങ്ങി കിടക്കാണ്. പിറകെ തന്നെ ഇൻസ്പെക്ഷൻ ഓഫീസറും ചാടും. ഇൻസ്പെക്ഷൻ ഓഫീസർ ക്യാപ്റ്റനെ പിടിച്ചു കയറ്റുമെന്ന് നോക്കിയാൽ കയറ്റത്തില്ല. അവൻ പോയി കള്ളന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. ഹീറോയ്ക്ക് അപ്പുറം ചാടണമെന്നുണ്ട്, എന്നാൽ പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ താഴെ വരെ ഇപ്പുറം വരാമെന്നും പറഞ്ഞ് കൂട്ടുകാരൻ ഓഫീസറിനെ വിളിച്ചുകൊണ്ട് ഇപ്പുറം വരും. ഈ നേരം ഇൻസ്പെക്ഷൻ ഓഫീസർ ആ ഫയല് മോഷ്ടിച്ച കള്ളനുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അവന്റെ കയ്യിൽ തന്നെ ആ ഫയലും ഉണ്ട്. ഫൈറ്റിന്റെ ഇടയിൽ താഴ്ന്നൊരു കമ്പി എടുത്ത് ഇൻസ്പെക്ഷൻ ഓഫീസറിന്റെ നെഞ്ചത്ത് കുത്തും. അത് കുത്തിയതോടെ ആ കമ്പി കണ്ടതോടെ ഇൻസ്പെക്ഷൻ ഓഫീസറിന് എന്തൊക്കെയോ ട്രോമയുണ്ട്. അവൻ ബോധം നഷ്ടപ്പെട്ട് ആടി ആടി നിൽക്കാണ്. അവസാനം വലിച്ചൊരു കുത്താണ് ഇൻസ്പെക്ഷൻ ഓഫീസറിനെ. എന്നാൽ കൊള്ളുന്നില്ല. അത് ഏറ്റുവാങ്ങിച്ചത് ആരാണ്? നമ്മുടെ കിളി പോയ ക്യാപ്റ്റനാണ്. ക്യാപ്റ്റൻ എന്ത് പറ്റിയതാണെന്ന് അറിയാമോ? നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. ക്യാപ്റ്റൻ എന്താ കഞ്ചാവ് അടിച്ച കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ചുറ്റാണ്. ആ കുത്തു ഏറ്റുവാങ്ങിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഹീറോയും കൂട്ടുകാരൻ ഓഫീസറും അങ്ങോട്ട് വരുന്നത്. നോക്കുമ്പോൾ ക്യാപ്റ്റന്റെ വയറെല്ലാം കുത്തിക്കീറി രക്തം പോകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലെങ്കിൽ മരിച്ചു പോവും ആള്. പക്ഷെ പുള്ളിക്കാരൻ അതിന്റെ ബോധമൊന്നുമില്ല, കിണിച്ചോണ്ട് കിടക്കുകയാണ്. അങ്ങനെ ആംബുലൻസ് വിളിച്ച് എങ്ങനെയൊക്കെയോ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുമ്പോൾ റോഡ് മൊത്തം തിരക്കാണ്. 1-2 മണിക്കൂർ കഴിയാതെ എന്തായാലും ഈ തിരക്ക് മാറത്തില്ല എന്ന് ആംബുലൻസിലുള്ള ഡ്രൈവർ പറയും. ഇനിയിപ്പോ രക്തം വാർന്ന് മരിച്ചു പോവില്ലേ? എങ്ങനെയൊക്കെയോ ഹോസ്പിറ്റലിൽ കൊണ്ടുവരും. ക്യാപ്റ്റനെ അഡ്മിറ്റ് ചെയ്യും ആ ഹോസ്പിറ്റലിൽ. ഹോസ്പിറ്റലിൽ നിന്ന് ബോധം വരുമ്പോൾ യഥാർത്ഥത്തിൽ ബോധമുണ്ട്. നേരത്തെ പോലെ കിളി പോയ ക്യാപ്റ്റൻ അല്ല. അപ്പോഴത്തേക്ക് അങ്ങോട്ട് ഡോക്ടർമാർ വരും. ഒരു ഡോക്ടർ വന്നിട്ട് നിങ്ങൾക്ക് സുഖമല്ലേ എന്ന് ചോദിക്കും. എന്നാൽ ഇതിന് മറുപടി പറയാതെ ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്നത്, എന്നെ ആരാണ് കൊണ്ടുവന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഡോക്ടർ അപ്പുറത്ത് കർട്ടൻ മാറ്റിയിട്ട് ഹീറോനെ കാണിച്ചു കൊടുക്കും. ഹീറോ അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. റോഡിൽ നല്ല തിരക്കായത് കൊണ്ട് തന്നെ അവനൊരു സൂപ്പർ മാർക്കറ്റിന്റെ ട്രോളിയിലിട്ട് അരമണിക്കൂർ ഓടിയിട്ടാണ് നിങ്ങളെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കും. ഇത് കേട്ടതോടെ ക്യാപ്റ്റന് കുറ്റബോധം. ആദ്യം ഈ പയ്യൻ കൊള്ളില്ല, അവൻ വേസ്റ്റ് ആണ്, ഞാൻ അവനെ കൂടെ കൂട്ടില്ല എന്നൊക്കെ പറഞ്ഞില്ലേ. ഇപ്പൊ കുറ്റബോധം അടിയാണ്. ക്യാപ്റ്റനെ രക്ഷിച്ചത് അവനാണ്. 1 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ക്യാപ്റ്റൻ മരിച്ചു പോയനെ. കൃത്യമായിട്ടുള്ള സമയത്താണ് നമ്മുടെ പയ്യൻ ക്യാപ്റ്റനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുള്ളത്. ഡോക്ടർ അവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ നമ്മുടെ പയ്യനെ നോക്കുകയാണ്. അവന്റെ കാലും കൈയും മൊത്തം മുറിവാണ്. ആ ട്രോളി തള്ളിക്കൊണ്ട് ഓടിയതാണെന്ന് തോന്നുന്നു. പിന്നെ കുറെ ഫൈറ്റ് ഒക്കെ ഇല്ലേ. എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ ക്യാപ്റ്റന് കുറ്റബോധം അടിച്ചിട്ട് കരച്ചിൽ വരികയാണ്. ഇവിടെ സീൻ കട്ട് ചെയ്താൽ അടുത്ത സീനിൽ ഇൻസ്പെക്ഷൻ ഓഫീസറിനെ കാണിക്കുകയാണ്. കൂട്ടുകാരൻ ഓഫീസർ വന്ന് പറയും എന്നെ ഇപ്പൊ അവർ വിളിച്ചായിരുന്നു, ക്യാപ്റ്റന് കുഴപ്പമൊന്നും ഇല്ലാന്ന്. നിങ്ങളുടെ നെഞ്ചത്തൊരു മുറിവില്ലേ, അത് വെച്ച് കെട്ടുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇൻസ്പെക്ഷൻ ഓഫീസർ പറയും അത് സാരമില്ല, അതൊരു ചെറിയ മുറിവാന്ന്. എന്നാൽ ദൂരോട്ട് മാറി നിൽക്കുമ്പോൾ ഇൻസ്പെക്ഷൻ ഓഫീസറിന് എന്തൊക്കെയോ ട്രോമയുണ്ട്, എന്തൊക്കെയോ ഓർക്കുന്നുണ്ട്. എന്താന്ന് മനസ്സിലാവുന്നില്ല. നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. വീണ്ടും നമ്മുടെ ഹീറോയിനെ കാണിക്കുകയാണെങ്കിൽ ഹീറോയിൻ കസ്റ്റംസ് ഓഫീസിലെ ഓഫീസറിന്റെ ബന്ധുക്കളെ കാത്ത്, അതായത് അമ്മേനെയും മോനെയും കാത്ത് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. രാത്രി ആയിട്ടുണ്ട്. അത്രയും നേരം ഹീറോയിൻ അവിടെ വെയിറ്റ് ചെയ്തിരിപ്പായിരുന്നു. അപ്പോഴാണ് അമ്മുമ്മയും മോനും അങ്ങോട്ട് വരുന്നത്. അമ്മുമ്മ ഹീറോയിനോട് നന്ദി പറയും. ഇത് കൊണ്ടു തന്നേനെ. പുള്ളിക്കാരന്റെ ഐഡന്റിറ്റി കാർഡും പിന്നെ പേഴ്സൊക്കെയാണ് സാധനങ്ങളായിട്ടുള്ളത്. അതാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. മോൻ സങ്കടം വന്നിട്ട് കരയും അച്ഛന്റെ ഫോട്ടോ കണ്ടിട്ട്, ID കാർഡ് നോക്കിയിട്ട്. എന്നിട്ട് ഹീറോയിനോട് പറയും എന്റെ അച്ഛനെ കൊന്ന ആൾക്കാരെ ആന്റി എങ്ങനെയൊക്കെ കണ്ടുപിടിക്കണം, കണ്ടുപിടിക്കൂലേ എന്ന് ചോദിക്കും. ഇവിടെ സീൻ കട്ട് ചെയ്താൽ അടുത്ത സീനിൽ നമ്മളൊരു യാർഡോ അല്ലെങ്കിൽ എന്തോ ഒരു സ്ഥലമാണ് കാണിക്കുന്നത്. അവിടെയാണ് നമ്മുടെ വില്ലൻ ഇരിക്കുന്നത്. വില്ലൻ നടന്നു വരുവാണ്. വില്ലൻ നടന്നു വരുന്നത് നേരെ നമ്മുടെ ബഡ്ഡി കൂട്ടുകാരന്റെ അടുത്താണ്. ഹീറോന്റെ കൂട്ടുകാരൻ ഒരു ബഡ്ഡിയില്ലേ, ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോയി ഫുഡ് കഴിക്കുന്ന, അവന്റെ അടുത്താണ്. അവനെ പൊതിരെ തല്ലിയിട്ട് അവന്റെ അടുത്ത് ഒരു കേസ് ഏറ്റെടുക്കാൻ പറയും. അവിടെ തന്നെ കോച്ചും നിപ്പുണ്ട്. അപ്പൊ കോച്ചും ഈ വില്ലനും ഒത്തു കളിക്കുന്ന കളിയാണ്. ഹീറോ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കോച്ചിനോട് കൂട്ടുവേണ്ട, അങ്ങേര് ശരിയല്ല, അങ്ങേര് മോശപ്പെട്ട വ്യക്തിയാണെന്ന്. കാരണം അന്ന് പെയിൻ കില്ലേഴ്സ് പ്രിസ്ക്രൈബ്ഡ് ആയിട്ട് യൂസ് ചെയ്തിട്ടും ഇങ്ങേര് പത്രക്കാരോട് പറഞ്ഞില്ല അത് പ്രിസ്ക്രൈബ്ഡ് ആണ്, സപ്പോർട്ടിന് നിന്നില്ല. എന്തുകൊണ്ടാണ്? MMA പോകുന്നില്ല, റിട്ടയർമെന്റ് ചെയ്യാന്ന് പറഞ്ഞതിന്റെ വാശിയിലാണ് അങ്ങനെ പറഞ്ഞത്. ഈ വില്ലൻ വന്നിട്ട് ബഡ്ഡിയോട് നിനക്ക് ഞാൻ 2 ഓപ്ഷൻ തരാം. ഒന്നെങ്കിൽ നിനക്ക് 3 വർഷം ഈ കേസ് ഏറ്റെടുത്തിട്ട് ജയിലിൽ കിടക്കാം, അല്ലെങ്കിൽ ഞാൻ നിനക്ക് 10 വർഷത്തെ ജയിൽ ശിക്ഷ തരും. ഏത് വേണമെന്ന് നിനക്ക് ചൂസ് ചെയ്യാന്ന് പറഞ്ഞ് മിരട്ടും. ഈ വില്ലനും വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് പോലീസിൽ തന്നെ. അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ ബഡ്ഡിനെ കുടുക്കാൻ പറ്റും. ബഡ്ഡി വലിയ പൊസിഷനും പവറൊന്നും ഇല്ലാത്ത ആളല്ലേ. അതുകൊണ്ട് തന്നെ അവൻ വരണ്ടു പോവുകയാണ്. ഇതിനെല്ലാം കൂട്ടിന് കോച്ചും ഉണ്ട്. അത് ആലോചിക്കണം കേട്ടോ. ഇങ്ങേര് മഹാനാറിയാണ്. ഹീറോ ചുമ്മാതല്ല അന്ന് അങ്ങേരോട് ദേഷ്യപ്പെട്ടത്. ഹീറോ കൂട്ടുകാരനെ വിട്ടേക്കാൻ പറഞ്ഞതാണ്. അവനെ വേറെ വഴിയിലോട്ട് കൊണ്ടുപോല്, അവനെ വഴി തെറ്റിക്കില്ലെന്ന് പറഞ്ഞാണ്. ഈ നേരം ഒരു കപ്പലാണ് കാണിക്കുന്നത്. നേരത്തെ ഫയൽ അടിച്ചുകൊണ്ട് പോയ ഒരുത്തൻ ഉണ്ടായിരുന്നല്ലോ, അവൻ ഓടി രക്ഷപ്പെട്ട് ഈ കപ്പലിൽ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ചൈനയിലോട്ട് കടന്നു കളയാനാണ് അവന്റെ പ്ലാൻ. എന്നാൽ ഈ കപ്പലിലുള്ള ഒരാളുടെ ഫോണിലോട്ട് ഒരു കോള് വരും. ആരോ വിളിച്ചിട്ട് അവന്മാരെ തീർത്ത് കളയാനാണ് പറയുന്നത്. ഇവന്മാർ അത് കണക്ക് തന്നെ ഫയല് മോഷ്ടിച്ചുകൊണ്ട് വന്ന 2 അവന്മാരെ തീർത്ത് കളയും, കൊന്നുകളയും. അമ്മമാർക്ക് വേണ്ടി ജോലി ചെയ്തവന്മാരെ കൊന്നുകളയും. ഈ നേരം സൂപ്പർ മാർക്കറ്റ്, അതായത് ആ ലേഡിയുടെ കടയില്ലേ, ആ ലേഡിയുടെ കടയിൽ നമ്മുടെ ഹീറോയിൻ വരുമ്പോൾ ആ ലേഡി പറയും ഇത്രയും നാളും നമ്മൾ സ്ട്രീറ്റ് ലൈറ്റ് ശരിയാക്കാൻ പറഞ്ഞിട്ട് ആരും ശരിയാക്കിയില്ല, എന്നാൽ ഇടയ്ക്കിടയ്ക്ക്
ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒരു തെരുവ് നായ വരുമല്ലോ നിന്റെ പിറകെ. അവനൊന്ന് വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഈ സ്ട്രീറ്റ് ലൈറ്റ് ശരിയാക്കാൻ വന്നിട്ടുണ്ടെന്ന്. അതായത് ഹീറോയിന് വേണ്ടിയാണ് ഈ സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം ശരിയാക്കിയിട്ടുള്ളത്. ഇത് കേൾക്കുമ്പോൾ ഹീറോയിന് ചെറിയൊരു സന്തോഷമാവുന്നുണ്ട്. അവനോട് ചെറുതായിട്ടൊരു ഇഷ്ടം തോന്നുകയാണ്. അല്ലെങ്കിലും അവൾക്ക് ഇഷ്ടമുണ്ട്. അവളുടെ ചില പ്രവൃത്തികളിൽ നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ? അവൻ ഒരു സ്ഥലത്തോട്ട് കയറി വരുമ്പോൾ അവളുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വരുന്നുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? എന്തായാലും ഹീറോയിൻ സന്തോഷപ്പെട്ട് വീട്ടിലോട്ട് പോവുകയാണ്. ഇങ്ങനെ ഒരുത്തം കൂടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. വീണ്ടും നമ്മുടെ ഹീറോയെ കാണിക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ തളർന്നു കിടക്കുകയാണ്. അതുപോലെ ബോസ് ക്യാപ്റ്റൻ ജീവനോട് എണീറ്റിട്ടുണ്ട്, ബോധത്തിൽ വന്നിട്ടുണ്ട്. ക്യാപ്റ്റൻ എന്താ പറ്റിയെന്ന് അറിയണ്ടേ? ക്യാപ്റ്റൻ ആണെങ്കിൽ അതായത് അവന്മാർ കുറെ സാധനങ്ങളൊക്കെ പിടിച്ചോണ്ട് വന്നില്ലേ ഓപ്പോസിറ്റ് ഡിവിഷനിലുള്ള ആൾക്കാർ. അതിനകത്തൊരു മിഠായി ഉണ്ടായിരുന്നു. ആ മിഠായി എടുത്ത് കഴിച്ച്. അത് സാധാ മിഠായി അല്ല, അത് ഈ കഞ്ചാവ് പോലത്തെ മിഠായി ആയിരുന്നു. അതുകൊണ്ടാണ് കിളി പോയ കണക്ക് പെരുമാറിയത്. ഹീറോ അങ്ങനെ തളർന്നു കിടക്കുന്നത് കാണുമ്പോൾ അവിടുത്തെ നേഴ്സിനോട് പറയും ഇവന് ഒരു ട്രിപ്പ് ഇട്ട് കൊടുക്കാൻ. അപ്പൊ കുറച്ചുകൂടെ ആരോഗ്യം വരുമല്ലോ. അതുമാത്രമല്ല അവൻ ഓടി അവന്റെ ഷൂ എല്ലാം നശിച്ചു പോയി. എന്തിനാണ് ഓടിയത്? ക്യാപ്റ്റനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഓടിയത്. അതുകൊണ്ട് തന്നെ ഒരു ഷൂവും വാങ്ങിച്ചു വെച്ചിട്ട് ക്യാപ്റ്റൻ അവിടെ നിന്ന് പോകും. ഹീറോ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നോക്കുമ്പോൾ തൊട്ട് ഫ്രണ്ടിൽ ഒരു ഷൂ ഇരിപ്പുണ്ട്. പിറ്റേന്ന് രാവിലെ ക്യാപ്റ്റൻ വാങ്ങിച്ചു കൊടുത്ത ഷൂ ഒക്കെ ഇട്ട് ഫ്ലോറിൽ കൂടെ നടന്നു പോകുമ്പോൾ ക്യാപ്റ്റൻ തൊട്ട് ഫ്രണ്ടിലുണ്ട്. ക്യാപ്റ്റന് ചെന്ന് ഒറ്റ തട്ടാണ്. ക്യാപ്റ്റന്റെ വയറ്റിൽ സ്റ്റിച്ച് ഇട്ടേക്കാണ്. ആ വേദന കാരണം അലറി വിളിക്കും. എന്നിട്ട് ക്യാപ്റ്റനോട് അയ്യോ സോറി, നിങ്ങളെ രക്ഷിച്ചോണ്ടല്ലേ നിങ്ങൾ എനിക്ക് ഷൂ വാങ്ങിച്ചതെന്ന് ചോദിക്കും. എന്നാ പിന്നെ നീ അത് തിരിച്ചു വരണമെന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ ഷൂ തിരിച്ചു ചോദിക്കും. തരത്തില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോ അകത്ത് കയറിപ്പോവും. അങ്ങനെ എല്ലാവരും ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുമ്പോഴാണ് കുഞ്ഞു പയ്യൻ കുറച്ചല്ല ഒരു കോട്ട് സൂട്ടുമായിട്ട് അങ്ങോട്ട് വരുന്നത്. അത് കൊണ്ടുവന്ന് ഹീറോയ്ക്കാണ് കൊടുക്കുന്നത്. ഇത് കാണുന്ന ക്യാപ്റ്റൻ ചോദിക്കും നിനക്ക് എന്തിനാ കോട്ടും സൂട്ടെന്ന്. അപ്പോഴാണ് ഹീറോ പറയുന്നത് ഇന്ന് മറ്റേ കസ്റ്റം ഓഫീസറിന്റെ ഫ്യൂണറലാണ്, അതിന് പോകാൻ വേണ്ടിയിട്ടാണ് കോട്ടും സൂട്ടും വാങ്ങിച്ചതെന്ന്. അപ്പോഴാണ് കുഞ്ഞു പയ്യൻ ഒരു കാര്യം പറയുന്നത്, അതായത് കസ്റ്റം ഓഫീസറിനെ വണ്ടി തട്ടിയിട്ട് നിർത്താതെ പോയ ആളെ കിട്ടിയിട്ടുണ്ടെന്ന്. ഹീറോ ഇത് കേട്ട് ഞെട്ടു. ഹീറോയും അയാൾ തന്നെയല്ലേ വണ്ടി തട്ടിയിട്ടുള്ളത്. എന്നാ പിന്നെ പെട്ടെന്ന് പോയി അങ്ങേർക്കിട്ട് 2 കൊടുക്കാന്ന് പറഞ്ഞ് അവിടെ എണീറ്റ് പോയി അയാളെ നോക്കും. എന്നാൽ അയാളെ പിടിച്ചു നോക്കുമ്പോൾ ഹീറോ ഞെട്ടും വീണ്ടും. അത് വേറെ ആരുമല്ല, ഹീറോന്റെ ബഡ്ഡി തന്നെയാണ്. ബഡ്ഡിയുടെ ദേഹത്തെല്ലാം നല്ല മുറിവുണ്ട്, ചതവുണ്ട്, ആരൊക്കെ അടിച്ച് പറയിപ്പിച്ചതുപോലെ. ഇത് ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ ബഡ്ഡി പറയുന്നത് ഇത് അമ്മയോട് പറയില്ലെന്നാണ്. അതായത് ബഡ്ഡി ഏറ്റെടുത്ത് കഴിഞ്ഞു 3 വർഷത്തെ ജയിൽ ശിക്ഷ. വേറെ കുറെ പോലീസുകാർ വന്ന് ബഡ്ഡിനെ പിടിച്ചോണ്ട് പോവാണ്. കാർ കയറ്റാൻ നിൽക്കുമ്പോൾ ഹീറോ വന്നിട്ട് അവനോട് ചോദിക്കും നീ എന്തിനാണ് ഇത് ഏറ്റെടുത്തത്? ആർക്ക് വേണ്ടിയാണ്? നീ കോച്ചിന്റെ കൂടെ പോയില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? അങ്ങനെ വൃത്തികെട്ടവനാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? എന്തിനാ ഇത് ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ നീ ഇത് അറിയണ്ട പിന്നെ കാണാന്ന് പറഞ്ഞ് അവൻ ആ പോലീസുകാരോട് വണ്ടി കയറിപ്പോവും. ഹീറോ ദേഷ്യപ്പെട്ട് തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ വരും. അപ്പോഴാണ് കോച്ച് പുറത്തോട്ട് ഇറങ്ങി വരുന്നത്. കോച്ചിനെയും പിടിച്ച് അവിടുത്തെ ചോദ്യം ചെയ്യുന്ന റൂമിൽ കയറും. എന്നിട്ട് കോച്ചിനോട് വഴക്കുണ്ടാക്കും. നിങ്ങൾ എന്തിനാണ് അവനെ ഈ ഒരു കുടുക്കിൽ കൊണ്ട് ചാടിച്ചതെന്ന്. എന്നാൽ കോച്ച് അഭിനയിക്കുകയാണ്. സത്യം പറഞ്ഞ കോച്ച് ഇവനൊരു ഗാർഡിയൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഇവൻ ചെയ്യുന്ന തെറ്റിന് ജാമ്യം എടുക്കാൻ വന്ന ആള്. എന്നാൽ ഇപ്പൊ 3 വർഷത്തെ കുറ്റം കിട്ടിയിട്ടുണ്ട്. അതായത് ജയിലിൽ കിടക്കണം. ഇത് കോച്ച് ചെയ്ത പണിയാണ്. അതായത് വില്ലന്റെ കുറ്റം ഇവന്റെ തലയിൽ വെച്ച് ആരോപിച്ചു കൊടുത്തു. അതിന് കൂട്ടു നിൽക്കുന്നത് കോച്ചാണ്. കോച്ചുമായിട്ട് ഇതിന്റെ ദേഷ്യത്തിൽ അവിടെ കിടന്ന് ഫൈറ്റ് ഉണ്ടാക്കും. കോച്ച് എന്ന് വെച്ചാൽ ഹെവി വെയിറ്റ് ചാമ്പ്യൻ ആണ്. ഹീറോയ്ക്ക് മണ്ടയിലുള്ള ആള്. ഹീറോയെ പഠിപ്പിച്ച ആളാണ്. എന്നാൽ ഹീറോ മീഡിയം വെയിറ്റ് ചാമ്പ്യൻ ആണ്. ഈ കോച്ചിന് താഴെയുള്ള ആള്. രണ്ടുപേരും പൊരിഞ്ഞ ഫൈറ്റ് ആണ്. എന്നാൽ ഹീറോ നല്ല ഇടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോച്ചും തിരിച്ചിടിക്കുന്നുണ്ട്. കോച്ച് ചുമ്മാതല്ലല്ലോ കോച്ച് ആയത്. അപ്പോഴാണ് കൂട്ടുകാരൻ ഓഫീസർ ഡോറൊക്കെ തല്ലി പൊളിച്ച് എങ്ങനെയൊക്കെ അകത്തോട്ട് കയറി വരുന്നത്. എന്നിട്ട് കോച്ചിനെ പിടിച്ചു മാറ്റി ക്ഷമ ചോദിച്ച് അവിടെ നിന്ന് പറഞ്ഞു വിടും. ഹീറോ അറിയാതെ ആ ദേഷ്യത്തിൽ ചെയ്തതാന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റനും അങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഇപ്പൊ ഡോറ് തുറന്നില്ലെങ്കിൽ നിന്നെ അവ അടിച്ചു കൊന്നേനെന്ന് പറഞ്ഞിട്ടാണ് ക്യാപ്റ്റൻ കയറി വരുന്നത്. സത്യമാണ്, പുള്ളിക്കാരൻ വലിയൊരു ഫൈറ്ററാണ്. ഇവൻ അയാളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കോച്ച് പുറത്തു വന്ന് തടവുന്നുണ്ട്. നല്ല ഇടി കിട്ടിയിട്ടുണ്ട്. റിബിനും മൂങ്കിനും കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് ഹീറോ നേരെ ചെല്ലുന്നത് കൂട്ടുകാരന്റെ അമ്മയുടെ വീട്ടിലാണ്. കൂട്ടുകാരന്റെ അമ്മ കൂട്ടുകാരന് വേണ്ടി ബീഫ് സൂപ്പ് ഉണ്ടാക്കാന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഹീറോ പറയും അവൻ എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഇങ്ങോട്ട് വരത്തില്ല, അവൻ സിയോളിൽ എന്തോ പണിക്ക് പോയിക്കുവാന്ന്. ഇത് കേൾക്കുന്ന അമ്മ വിഷമിച്ച് അവിടെ ഇരുന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ട് പൊയ്ക്കൂടായിരുന്നു എന്ന് ചോദിക്കും. അമ്മയ്ക്ക് നല്ല വിഷമായി. അതുകൊണ്ട് തന്നെ മോൻ വരുന്നവരെ ആ ബീഫ് സൂക്ഷിച്ചു വെക്കാന്ന് പറഞ്ഞ് അത് മാറ്റി വെക്കാനായിട്ട് പോകും. ഇത് കഴിഞ്ഞ് ഹീറോ നേരെ ഫ്യൂണറൽ ഹാളിൽ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ മുത്തശ്ശി മോനും വിഷമപ്പെട്ടിരിക്കുകയാണ്. അവരെ സമാധാനപ്പെടുത്താനായിട്ട് അടുത്തോട്ട് ചെല്ലുമ്പോഴാണ് ഹീറോയുടെ മനസ്സിലോട്ട് എന്തോ ഒരു കാര്യം കത്തുന്നത്. എന്താ കത്തിയെന്ന് വെച്ചാൽ അവൻ ഇടയ്ക്കിടയ്ക്ക് ഒരു വാച്ച് കാണത്തില്ലേ? അതായത് കാർ കൊണ്ട് ചിടിച്ച ആളുടെ കയ്യിൽ ഒരു വാച്ച് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ബണ്ണിയുടെ കയ്യിൽ ഒരു വാച്ച് ഉണ്ടായിരുന്നു. സെയിം വാച്ച്. അതായത് ഈ ബണ്ണി അയാളുടെ ആളായോണ്ട് ബണ്ണിക്ക് കൊടുത്ത വാച്ചാണ്. ഇത് കാണുമ്പോൾ ഹീറോയ്ക്ക് മനസ്സിലാവും അയാൾ ഇവിടെ ഉണ്ടെന്ന്. അവൻ വരുന്ന വഴിക്ക് കണ്ടു. ചെന്ന് നോക്കുമ്പോൾ അവിടെയൊന്നും ആരെയും കാണാനില്ല. പുറത്തിറങ്ങി നോക്കുമ്പോഴും കാണാനില്ല. അങ്ങനെ തിരിച്ചു വന്ന് അവിടുത്തെ റിസപ്ഷനിൽ ഇരിക്കുന്ന ആളോട് ആ ബുക്ക് എനിക്കൊന്ന് തരാമോ, അതിന്റെ പേര് നോക്കാനെന്നും പറഞ്ഞ് അത് വാങ്ങിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോവും. പോലീസിന്റെ ഐഡന്റി കാർഡും കാണിച്ചിട്ട്. ഇവിടെ കൂടുതലും വന്ന ആൾക്കാർ കസ്റ്റംസിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് എളുപ്പമായി കസ്റ്റംസിൽ പോയി അന്വേഷിച്ചാൽ മതി. അങ്ങനെ കസ്റ്റംസ് ഓഫീസിൽ വരും. അതായത് ഇത് വേറെ ഡിപ്പാർട്ട്മെന്റ് ആണ്. അവിടെ വന്നിട്ട് ഓരോ ആൾക്കാരുടെയും ബുക്ക് കൊടുത്തിട്ട് ഡ്രൈവ് ചെയ്യുന്ന കണക്കാക്കി അവരുടെ വാച്ച് നോക്കും. ഓരോ ആൾക്കാരുടെതും നോക്കും. അങ്ങനെ ഓരോ ആൾക്കാരുടെ നോക്കിയിട്ടും അതിനകത്തൊന്നും പ്രതിയെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ കാണുന്ന സെക്യൂരിറ്റികൾ വന്ന് ഹീറോനെ പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട്.
പിടിക്കുന്നുണ്ട്. പിടിച്ചുകൊണ്ട് പോവാണ്. ഇവിടുത്തെ ആൾക്കാർ കംപ്ലൈന്റ് പറയുന്നുണ്ട് ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിലും കസ്റ്റംസ് ഓഫീസർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണോ ഇങ്ങനെ വന്ന് ചെയ്യുന്നത്? ഇനി അത് പോലീസുകാരാന്ന് പറഞ്ഞാലും അത് പ്രശ്നമാണ്. ആ ഓഫീസിൽ തന്നെ ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട്. അയാളുടെ കയ്യിൽ ഈ സെയിം വാച്ച് ഉണ്ട്. അത് നമ്മുടെ വില്ലൻ തന്നെയാണ്. അപ്പോഴത്തേക്കും ഹീറോ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞു. ഹീറോ വന്ന് അയാളുടെ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ നിന്നെ കണ്ടുപിടിച്ചെന്ന് പറയും. നീയല്ലേ എല്ലാരെയും വണ്ടി വെച്ച് തട്ടിയത്, എന്നെയും വണ്ടി വെച്ച് തട്ടിയത്. അതുപോലെ തന്നെ ഹീറോ ആലോചിക്കും. ഹീറോനെ കൈവച്ച് ഇറക്കി ആ കാറിനകത്ത് കുറെ ദൂരം കൊണ്ടുപോയില്ലായിരുന്നു. അപ്പൊ ഈ വാച്ച് കണ്ടിരുന്നു. അവന് നല്ല ഓർമ്മശക്തിയാണ്. അങ്ങനെ പുള്ളിക്കാരനെ പൊക്കിയതായിട്ട് കാണിച്ച് രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്.